عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള നമ്മുടെ ഈ നാട്ടിൻ്റെ ഗൗരവാധ്യക്ഷരായ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ, സ്റ്റേജിലുള്ള ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, കമ്മിറ്റി ഭാരവാഹികളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട, അല്ലാഹു തആല കബൂൽ ചെയ്യുന്ന ഒരു മജ്ലിസാക്കി തീർക്കുമാറാകട്ടെ. പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. ബഹുമാനപ്പെട്ട ഈ നാട്ടുകാര്, ഞാൻ ഓതുന്ന കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് കൂടി ഖാദിമായും കൊണ്ട് ഈ നാട്ടിലേക്ക്, നമ്മുടെ അടുത്ത നാടായ ഈ തുറക്കലിക്കൽ ഉറുസ് നടക്കുമ്പോൾ ഉള്ളാളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് കൂടി പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അതിൻ്റെ ശേഷം ഇതുവരേക്കും വന്നുകൊണ്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ കൊല്ലവും വന്ന് ഒരുമിച്ച് കൂടി നിങ്ങളുടെ ദുആയിൽ കൂടുക എന്നുള്ള ഒരു ഏക ഉദ്ദേശം മാത്രമാണ്, മറ്റൊന്നുമല്ല. നാം എല്ലാവരും 5 വക്ത നമസ്കാരത്തിൽ ഞാനെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ള ഒരു ദുആയാണ്. പടച്ചോനെ, ഞങ്ങളെല്ലാവരെയും മുസ്തഖീമായ ചൊവ്വായിരിക്കുന്ന വഴിയിലേക്ക് ഞങ്ങളെ നീ ഹിദായത്താക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോട് കൂടി ഞങ്ങളെ ഹിദായത്താക്കാൻ പറഞ്ഞത്? അത് അള്ളാഹുവിൻ്റെ നബിമാരോട് കൂടിയും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് കൂടിയും കൂടുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുടെ സദസ്സിൽ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് പല നേട്ടങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ഓതുന്ന, നാളെയും പകല് ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ ഒരു ചരിത്രം പറയാറുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫോട് കൂടി അവരെ സ്നേഹിച്ചുകൊണ്ട് അയിൻ നജസായിരിക്കുന്ന ഒരു നായം കൂടി പോയതുകൊണ്ട് ആ നായി സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുത്ത് സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ഉസ്താദന്മാരെ, നമുക്ക് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുടെ സദസ്സിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടുന്നതിന് ആർക്കും സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ നാടിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും കൂടി ആദ്യം കാളിയായിരുന്ന ഈ സ്ഥലത്തിൽ പോയതിന് ശേഷം ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് അവരുടെ മകൻ ഈ നാട്ടിൽ നേതൃത്വം വഹിച്ചു. അവരെല്ലാവരും തന്നെ നമ്മൾ നിന്നിട്ട് വിട്ടുപിരിഞ്ഞു. ഇതിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പാഠം നാം മരിക്കാറുണ്ട്. മരിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് നല്ല ഒരു ജീവിതം വേണം. ആ ജീവിതം ഏതാണ്? അത് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളോട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് സ്നേഹിച്ച് ഞങ്ങൾ ജയിക്കുക എന്നുള്ളതായ ആ മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവരും വേണം. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മുടെ ഇങ്ങോട്ട് വിട്ടുപിരിഞ്ഞു പോയി. അവിടുത്തെ ദറജകൾ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ദുനിയാവും ആഖിറത്തിലും ഞങ്ങളെ എല്ലാവരെയും വിജയിപ്പിച്ചു മാറാകട്ടെ. അവരുടെ ശേഷം നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളുണ്ട്. ചുറ്റുഭാഗത്തിൽ പല തങ്ങന്മാരുണ്ട്. അവരുടെ ബർക്കത്ത് നമുക്ക് വേണം, അവരുടെ ദുആ ഞങ്ങൾക്ക് വേണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் അടുത്തുള്ള ജമാഅത്തിൽ തന്നെ ഇവിടെ നേതൃത്വം വഹിച്ചുകൊണ്ടുണ്ട്. മാത്രമല്ല വെൽത്തങ്കി താലൂക്ക് എല്ലാത്തിലും മഹാനായ
നമ്മുടെ സാദാത്തങ്ങളെ നേതൃത്വം വഹിച്ചുകൊണ്ട് അല്ലാഹു തആല അവർക്ക് ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ദുആവും അവരുടെ നേതൃത്വവും മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഗൗരവാധ്യക്ഷമായതുകൊണ്ട് നാം എല്ലാവരും തന്നെ ആലിമീങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു തന്നത് അത് പ്രകാരം നടക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തും അല്ലാഹു വിജയികളെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.